ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ ജോലികളുടെയും ഡീറ്റെയിൽസ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ നിന്നും അതുപോലെ പത്രപരസ്യങ്ങളിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന ജോലികൾ നിങ്ങൾക്ക് നേടിത്തരാമെന്ന് പറഞ്ഞുകൊണ്ടോ അതല്ലെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന ജോലികൾക്ക് ആളുകളെ എത്തിച്ച് നൽകാമെന്ന് പറഞ്ഞുകൊണ്ടോ ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് പണമോ മറ്റു പാരിതോഷികങ്ങളോ വാങ്ങിയിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന ജോലികൾ നിങ്ങൾക്ക് നേടിത്തരാമെന്ന് പറഞ്ഞ് ഏതെങ്കിലും കമ്പനികളോ ഏജൻസികളോ വ്യക്തികളോ നിങ്ങളെ സമീപിക്കുകയും അവർ ആവശ്യപ്പെടുന്ന പണം നിങ്ങൾ കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന പക്ഷം അതിൻ്റെ പിന്നിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിങ്ങളിൽ മാത്രം നിക്ഷിപ്തമായിരിക്കും. ഈ വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ എനിക്കോ എൻ്റെ ഈ ചാനലിനോ ഒരു കാരണവശാലും ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുന്നതല്ല. അതോടൊപ്പം തന്നെ നിങ്ങളെ സമീപിക്കുന്ന ഏജൻസികൾ കേന്ദ്ര സർക്കാരിൻ്റെ സർട്ടിഫൈഡ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഒപ്പം എൻ്റെ ഈ ചാനലിലൂടെ ഒരിക്കലും പണം നൽകി ജോലി സമ്പാദിക്കുന്നതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ദാസനാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വളരെ കുറച്ച് ജോബ് വേക്കൻസികൾ, എന്നാൽ അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ജോബ് വേക്കൻസികളായിട്ടാണ് വന്നിട്ടുള്ളത്. വേറൊന്നല്ല, കുറച്ച് ഹൗസ് ഡ്രൈവർമാരുടെ ജോബ് വേക്കൻസി ഉണ്ട്, കുവൈറ്റിലുള്ള ഒരു ഡെലിവറി കമ്പനിയിലേക്ക് കാർ ഓടിക്കുന്നതിനുള്ള ജോബ് വേക്കൻസി ഉണ്ട്, ബൈക്ക് റൈഡർമാർക്കുള്ള ജോബ് വേക്കൻസി ഉണ്ട്, സൗദി അറേബ്യയിലേക്ക് ട്രെയിലർ ഡ്രൈവർമാർക്കുള്ള ജോബ് വേക്കൻസികളുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇന്നൊരു ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഡ്രൈവർമാർക്ക് വേണ്ടി മാത്രമുള്ളൊരു വീഡിയോ ആണ്, വേറെ ആർക്കും ഉള്ളൊരു വീഡിയോ അല്ല ഇത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ കൂടുതൽ സംസാരിച്ച് നേരം കളയുന്നതിന് മുന്നേ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ചാനലിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോകളൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ഇതുപോലെ ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ്, ജോബ് വേക്കൻസികളൊക്കെയാണ് ഞാൻ കൂടുതലായിട്ടും ചെയ്യുന്നത്. പിന്നെ അതോടൊപ്പം എൻ്റെ ഈ വീഡിയോയ്ക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ ലൈക്കും കമൻറ്റുമാണ് നമുക്കുള്ളൊരു പ്രോത്സാഹനം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോകളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ഒരു ജോബ് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത് കുവൈറ്റിൽ നിന്നാണ്. കുവൈറ്റിലുള്ള ഒരു ഡെലിവറി കമ്പനിയിലേക്ക് ബൈക്ക് റൈഡർമാരെ അവർ ആവശ്യപ്പെടുന്നുണ്ട്. അതായത് ഏകദേശം ഒരു 25 വയസ്സിനും 35 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുറച്ച് ചെറുപ്പക്കാരെയാണ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ജോലിക്ക് അവർ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ട യോഗ്യതകളായിട്ട് പറയുന്നത് പ്രായപരിധി 25 വയസ്സിനും 35 വയസ്സിനും ഇടയിലായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ടും ഇന്ത്യൻ ബൈക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് മെയിനായിട്ട് അവർ പറയുന്നൊരു കാര്യം. അപ്പോൾ ഈ ഒരു ജോലി അവർ 12 മണിക്കൂറാണ് നിങ്ങൾക്ക് ജോലി ഉണ്ടാവുക. കമ്പനി നിങ്ങൾക്ക് റൂം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാലറി ആയിട്ട് പറയുന്നത് 120 കുവൈത്തി ദിനാറാണ്. ഏകദേശം നമ്മുടെ ഒരു 33,000 രൂപയോളം ഇന്ത്യൻ മണിയായിട്ട് വരും. അത്തരം കാര്യങ്ങളാണ് അവർ പറയുന്നത്. ഇന്ത്യൻ ബൈക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം. പ്രായപരിധി 25 വയസ്സിനും 35 വയസ്സിനും ഇടയിലായിരിക്കണം. സാലറി ആയിട്ട് അവർ പറയുന്നത് 120 കുവൈത്തി ദിനാറാണ്. 12 മണിക്കൂറായിരിക്കും നിങ്ങളുടെ ഒരു ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് 13-ാം തീയതി കൊച്ചിയിലും കോഴിക്കോടും വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID ആയിട്ടുള്ള മല്ലു ഫ്രം സൗദി ഒന്ന് ഫോളോ ചെയ്ത ശേഷം എനിക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് അവരുമായിട്ട് ബന്ധപ്പെടുന്നതിനുള്ള ഒരു ഫോൺ നമ്പർ ഞാൻ അയച്ചു തരുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ IDയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്തൊരു ജോബ് വേക്കൻസി എവിടെ നിന്നാണെന്ന് നോക്കാം. അടുത്തൊരു ജോബ് വേക്കൻസി ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് സൗദി അറേബ്യയിൽ നിന്നാണ്. സൗദി അറേബ്യയിലേക്ക് കുറച്ച് അർജൻറ്റായിട്ട് ഹൗസ് ഡ്രൈവർമാരെ അവർ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജോലിക്ക് ആർക്കെങ്കിലും വരാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ അവർ പറയുന്ന യോഗ്യതകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി 25 വയസ്സിനും 45 വയസ്സിനും ഇടയിലായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങളുടെ കയ്യിൽ സൗദി അറേബ്യയിലത്തെ കാർ ഓടിക്കുന്നുള്ള ലൈസൻസ് അത് ചിലപ്പോൾ എക്സ്പയർഡ് ആയിട്ടുള്ളവരുണ്ടാവും, വാലിഡ് കയ്യിലുള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. ചിലപ്പോൾ ഇവിടെ നിന്ന് നിർത്തിപ്പോയിട്ട് നാട്ടിൽ പോയിട്ട് അത് വാലിഡായിട്ട് ഇപ്പോഴും വാലിഡായിട്ടുള്ളവരുണ്ടാവാം. ചിലപ്പോൾ അത് എക്സ്പയർഡ് ആയിട്ടുണ്ടാവും, 1 വർഷം 2 വർഷമൊക്കെ അത് എക്സ്പയർഡ് ആയി പോയിട്ടുണ്ടാവും. അങ്ങനൊന്നും പ്രശ്നമില്ല, അത് നിങ്ങൾക്കൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു ജോലിക്ക് അവർ പറയുന്ന സാലറി എന്ന് പറയുന്നത് 2000 റിയാലാണ്. പിന്നെ ഫുഡിൻ്റെയും അക്കോമഡേഷൻ്റെയും കാര്യം പ്രത്യേകിച്ച് അവർ മെൻഷൻ ചെയ്ത് കണ്ടില്ല. അത് നിങ്ങൾ വിളിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അവരത് ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആകെ പറയുന്ന 2 കാര്യങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി 25 വയസ്സിനും 45 വയസ്സിനും ഇടയിലായിരിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങളുടെ കയ്യിൽ സൗദിയിലെ കാർ ഓടിക്കുന്നതിനുള്ള ലൈസൻസ് അത് എക്സ്പയർഡ് ആയതായാലും കുഴപ്പമില്ല, വാലിഡ് ആയതായാലും കുഴപ്പമില്ല, കയ്യിലുണ്ടായിരിക്കണം. മൂന്നാമത്തെ കാര്യം, സാലറി 2000 റിയാലാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം IDയുടെ ലിങ്ക് കിടക്കുന്നുണ്ട്. അത് ഫോളോ ചെയ്തതിന് ശേഷം എനിക്ക് മെസ്സേജ് അയച്ചോളൂ, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ കുവൈറ്റിലേക്കുള്ള കാർ ഡ്രൈവർമാരുടെ ഡീറ്റെയിൽസും ട്രെയിലർ ഡ്രൈവർമാരുടെ ഡീറ്റെയിൽസും നോക്കിയിട്ട് വരാം. അടുത്തായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളതും സൗദി അറേബ്യയിലുള്ള വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു കമ്പനിയിലേക്ക് അവർ ട്രെയിലർ ഡ്രൈവർമാരെ ആവശ്യപ്പെടുന്നുണ്ട്. ഏകദേശം 15ഓളം ഒഴിവുകളാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർ പറയുന്നത് ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളുടെ കയ്യിൽ സൗദി അറേബ്യയിലുള്ള ഹെവി ലൈസൻസ് ഉണ്ടായിരിക്കണം. അതിനിപ്പോൾ എക്സ്പയർ ആയി പോയതായാലും കുഴപ്പമില്ല, അതിനിപ്പോൾ വാലിഡായിട്ട് കയ്യിലുള്ള വെച്ചിട്ടുള്ളവരാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു ജോലിക്ക് അവർ സാലറി ആയിട്ട് പറയുന്നത് 1700 റിയാലും പ്ലസ് ട്രിപ്പ് അലവൻസുമാണ്. ട്രിപ്പ് അലവൻസ് മീൻസ് ഇപ്പോൾ ദമ്മാം ടു
കോബാർ അല്ലെങ്കിൽ ദമാം ടു റിയാദ്, ദമാം ടു ജിദ്ദ ഒക്കെ ഓടുമ്പോൾ ഉള്ള ട്രിപ്പിന് അനുസരിച്ചിട്ടുള്ള അലവൻസ് ആണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ഒരു ജോലി ചെയ്ത് പരിചയമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര സാലറി കിട്ടും എന്നൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ആളുകൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരപ്പെടും. വരണോ അപ്ലൈ ചെയ്യണോ വേണ്ട എന്നൊക്കെ അവർക്കൊന്ന് തീരുമാനിക്കാൻ പറ്റും. ഓക്കെ ഗൈസ്, അപ്പോൾ ഒന്നുകൂടെ പറയാം, സൗദി അറേബ്യയിലത്തെ ഈ ഒരു കമ്പനിയിലേക്ക് ട്രെയിലർ ഡ്രൈവർമാരായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ സൗദി അറേബ്യയിലെ ഹെവി ലൈസൻസ് ഉണ്ടായിരിക്കണം. അത് എക്സ്പയർ ആയതായാലും കുഴപ്പമില്ല, വാലിഡ് ആയതായാലും കുഴപ്പമില്ല. ഒപ്പം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ്റെ കാര്യം പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. സാലറി 1700 പ്ലസ് ട്രിപ്പ് അലവൻസ് ആണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫോളോ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ ആരുമായിട്ട് ബന്ധപ്പെടുന്നുള്ളതിൻ്റെ ഫോൺ നമ്പർ ഞാൻ തരും. അപ്പോൾ നിങ്ങൾക്ക് അവർ വിളിച്ചിട്ട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ജോബ് വേക്കൻസി എവിടെ നിന്നാണ് നോക്കാം ഗൈസ്. അപ്പോൾ അടുത്തൊരു ജോബ് വേക്കൻസി ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളതും കുവൈറ്റിൽ നിന്നാണ്. കുവൈറ്റിലുള്ള വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ഡെലിവറി കമ്പനിയിലേക്ക് അവർ ഡ്രൈവർമാരെ ആവശ്യപ്പെടുന്നുണ്ട്. ഏകദേശം 50ഓളം ഒഴിവുകളാണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ലൈറ്റ് വെഹിക്കിൾ ലൈസൻസ്, അതായത് കാർ ഓടിക്കുന്ന ലൈസൻസ് നിങ്ങളുടെ കയ്യിലുണ്ടായാൽ മതി എന്നാണ് അവർ പറയുന്നത്. പിന്നൊരു കാര്യം പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി 21 വയസ്സിനും 35 വയസ്സിനും ഇടയിലായിരിക്കണം. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് +2 അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഉണ്ടായിരിക്കണം. കാരണം നിങ്ങൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ അറിയണം എന്നുള്ളത് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജോലിക്ക് അവർ ശമ്പളമായിട്ട് പറയുന്നത് 140 കുവൈത്തി ദിനാർ പ്ലസ് ഇൻസെൻറ്റീവാണ്. അതായത് ഏകദേശം ഒരു 39,000 രൂപ നമ്മുടെ ഇന്ത്യൻ മണി പ്ലസ് ഇൻസെൻറ്റീവും ആണ് അവർ പറയുന്നത്. ഒപ്പം നിങ്ങൾക്ക് അവർ റൂം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കമ്പനി. ഫുഡിൻ്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ 13-ാം തീയതിയാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ കോഴിക്കോടും അതുപോലെ കൊച്ചിയിലായിട്ട് നടക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടി പറയാം, കുവൈറ്റിലുള്ള ഡെലിവറി കമ്പനിയിലേക്ക് അവർ 50ഓളം കാർ ഡ്രൈവർമാരെ ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ ലൈറ്റ് വെഹിക്കിൾ ലൈസൻസ്, അതായത് ഇന്ത്യയിലത്തെ കാർ ഓടിക്കുന്ന ലൈസൻസ് ഉണ്ടായാൽ മതി. നിങ്ങളുടെ പ്രായപരിധി 21 വയസ്സിനും 35 വയസ്സിനും ഇടയിലായിരിക്കണം. +2 അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ളൊരു വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം. ഒപ്പം നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയണം. ഒരു ശമ്പളമായിട്ട് പറയുന്നത് 140 കുവൈത്തി ദിനാർ പ്ലസ് ഇൻസെൻറ്റീവാണ്. അതായത് 39,000 സംതിങ് വരും. ഒപ്പം നിങ്ങൾക്ക് കമ്പനി റൂം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫോളോ ചെയ്ത ശേഷം എനിക്ക് മെസ്സേജ് അയച്ചോളൂ. ഇൻസ്റ്റാഗ്രാം ഐ ഡിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ സൗദി അറേബ്യയിലെ നാദക്കിലേക്കുള്ള ഇൻ്റർവ്യൂ നടക്കുന്നത് നാളെയാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഇന്നലെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ പെട്ടെന്ന് തന്നെ ഒന്ന് പറഞ്ഞ് തീർത്തിട്ട് വരാം ഗൈസ്. അപ്പോൾ അടുത്ത ഒരു ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് സൗദി അറേബ്യയിലെ നാദക്കിലേക്കുള്ള ഹെവി ഡ്രൈവർമാരുടെ വേക്കൻസിയാണ്. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, ഞാനിന്നിപ്പോൾ നാദക്ക് കമ്പനിയിലുള്ളൊരു മെർച്ചൻഡൈസറായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഡ്രൈവർമാർക്കൊക്കെ ഒരു ഏകദേശം എത്ര രൂപ സാലറി കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവർ പറഞ്ഞത് 2000, 2200, 2300 റിയാൽ, 2500 വരെ കിട്ടുന്നവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. കമ്മീഷൻ വിത്ത് കമ്മീഷനാണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, നമ്മൾ നിർബന്ധിക്കണമൊന്നുമില്ല. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ പറയാം എങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറയാം. സൗദി അറേബ്യയിലുള്ള നാദക്ക് എന്നുള്ള കമ്പനിയിലേക്ക് അവർ വാൻ സെയിൽസ്മാൻ എന്നുള്ള പോസ്റ്റിലേക്ക് അവർ 100ഓളം ആളുകളെ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ ഹെവി ലൈസൻസ് ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ സൗദി അറേബ്യയിലുള്ള മീഡിയം അല്ലെങ്കിൽ ഹെവി ലൈസൻസ് ഉണ്ടായിരിക്കണം. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ GCC കൺട്രീസിലുള്ള ഹെവി ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രായപരിധി 21 വയസ്സിനും 40 വയസ്സിനും ഇടയിലായിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം എന്നും അവർ പറയുന്നുണ്ട്. പുതിയ ആളുകൾക്കും അപ്ലൈ ചെയ്യാമെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ 2 വർഷത്തെ ഒരു കോൺട്രാക്റ്റ് ആയിരിക്കും. 8 മണിക്കൂറായിരിക്കും നിങ്ങളുടെ ഡ്യൂട്ടി. ആഴ്ചയിൽ ഒരു ദിവസം ലീവ് ഉണ്ടായിരിക്കും. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആയിരിക്കും. 1500 റിയാലാണ് അവർ സാലറി ആയിട്ട് പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി ഞാൻ ഒന്നുകൂടെ പറയാം. സൗദി അറേബ്യയിലുള്ള നാദക്ക് എന്നുള്ള കമ്പനിയിലേക്ക് അവർ ഹെവി ഡ്രൈവർമാരെ ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ ഹെവി ലൈസൻസ് ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ സൗദി അറേബ്യയിലുള്ള മീഡിയം അല്ലെങ്കിൽ ഹെവി ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ GCC കൺട്രീസിൽ എവിടെയെങ്കിലും ഉള്ളൊരു ഹെവി ലൈസൻസ് ഉണ്ടായിരിക്കണം. 21 വയസ്സിനും 40 വയസ്സിനും ഇടയിലായിരിക്കണം നിങ്ങളുടെ പ്രായം. 8 മണിക്കൂറായിരിക്കും ഡ്യൂട്ടി. ആഴ്ചയിൽ ഒരു ദിവസം ലീവ് ഉണ്ടായിരിക്കും. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. 2 വർഷത്തെ കോൺട്രാക്റ്റ് ആയിരിക്കും. അതോടൊപ്പം തന്നെ പുതിയ ആളുകൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. സാലറി ആയിട്ട് അവർ പറയുന്നത് 1500 റിയാൽ പ്ലസ് കമ്മീഷനാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ ഒരാളോട് ചോദിച്ചു, ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളോട്. അപ്പോൾ കമ്മീഷൻ അടക്കം 2200, 2300 ഒക്കെ വാങ്ങുന്നവരുണ്ട്, 2500 വരെ വാങ്ങുന്നവരുണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ID യുടെ ലിങ്ക് കിടക്കുന്നുണ്ട്.
നിങ്ങൾക്കത് ഫോളോ ചെയ്ത ശേഷം എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഞാനപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ ഗൈസ്, അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ. 13-ാം തീയതി സൗദി അറേബ്യയിലുള്ള നെസ്റ്റോലിക്ക് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. അവിടെയും ഹെവി ഡ്രൈവർമാർ, നിങ്ങൾക്ക് 23 വയസ്സും 38 വയസ്സിനും ഇടയിലുള്ള ഹെവി ഡ്രൈവർമാർക്ക് 2 വർഷത്തിലധികം ആയിട്ടുള്ള ഹെവി ഡ്രൈവർമാർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഈ വീഡിയോ ഡ്രൈവർമാർക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതുകൊണ്ട് ഞാനിതിൽ പറയുന്നില്ല. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള 3-4 വീഡിയോ കാണാൻ ശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജോലികൾ ചിലപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. 12-ാം തീയതി, 13, 14 ഇൻ്റർവ്യൂ നടക്കുന്ന കാര്യങ്ങൾ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സൈനിങ് ഓഫ് ദാസൻ.